നമ്മളെ ഈ ഹരിത കർമ്മസേനയുടെ ആ ചേച്ചി നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അരുൺ സാറെ കാണണം, ഒരു കൊട ചോദിക്കണം എന്ന് പറഞ്ഞാൽ. വരൂ. ഈ ഹരിത കർമ്മസേനയെ കുറിച്ചും ഇവിടെ നമ്മളെ വിക്ടറി ക്ലബിനെ കുറിച്ച് ഇന്നലെ ഞാൻ വന്ന് ഇവരോട് സംസാരിച്ചിരുന്നു. വരൂ. ഇവരെല്ലാവരും വളരെ കൃത്യമായിട്ട് ഈ പരിസരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പ്രേക്ഷകർ, ഞാനിവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം 563 പേരല്ലേ, എത്രയാണ് ഇവിടെ ഉള്ളത്? 563 പേരാണല്ലേ. 563 പേരാണ് ഈ ക്യാമ്പിലുള്ളത്. അപ്പോൾ ഈ 563 പേര് ഇനി കഴിഞ്ഞ 4-5 ദിവസമായിട്ട് 4 നേരത്തെ ഭക്ഷണവും അവരുടെ സൗകര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഈ സ്കൂളിൽ കഴിയുക, വിവിധ മുറികളിൽ. അപ്പോൾ അവരുടെ മുഴുവൻ വേസ്റ്റാണെങ്കിലും ശരി, ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, ശുചീകരണമാണെങ്കിലും ശരി, എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഈ ഹരിതകർമ്മസേനയാണ്. ഇത്രയും ആൾക്കാരാണ് ഉള്ളത്. ഒരു കുഴപ്പം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വന്നാലുണ്ടല്ലോ ഒരു പൊടി കാണാൻ പറ്റില്ല. ഇന്നലെ പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്ന വഴിയേ ഇവർ വഴിയിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പിയും ഇതൊക്കെ പറക്കുന്നുണ്ടല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ ദിവസവും ഏതാണ്ട് ഒരു 2000-ലധികം ആളുകൾ ഉപയോഗിച്ച കുപ്പി, പ്ലാസ്റ്റിക്, മറ്റെല്ലാ വേസ്റ്റുകളും ഉണ്ട്. പക്ഷെ നമ്മൾ പോകുമ്പോൾ അതൊന്നും കാണാനുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഹാർഡ് വർക്കാണ്. അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാം. നമ്മൾ ആർമിയുടെയും രക്ഷാപ്രവർത്തകരുടെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു ആർമി നമ്മുടെ പിന്നിലുണ്ട്. അതാണ് നമ്മുടെ ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്നത്. ഇതാരാ ഇതിന്റെ സംഘത്തലവി, പുരട്സിത്തലവി ആർ? വന്നാട്ടെ മുമ്പോട്ട് വന്നാട്ടെ. എന്താ പേര്? റഹ്മത്ത്. ഒരുപാട് വാർഡിലെ ആൾക്കാർ. പേരെന്താ ചേച്ചിയുടെ? റഹ്മത്ത്. പേര്? ഗീതാമണി ചേച്ചിയും റഹ്മത്തും ആണോ പ്രധാന ക്യാപ്റ്റന്മാർ? എല്ലാവരും നമ്മൾ ഓരോ ഇത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിന്റെ. ചേച്ചിയുടെ പേര്? അസ്മാബി. ഓക്കെ. നിങ്ങൾ എത്ര പേര് ഇപ്പം ഒരേ സമയം ഇവിടെ ഉണ്ട്? ഇപ്പൊ 150 പേര് ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇപ്പൊ അപ്പൊ ഒരു ദിവസം 50 പേരുണ്ടോ ഡ്യൂട്ടി? എല്ലാ സ്ഥലത്തും വേണ്ടേ? 5 പേര്. ഈ ക്യാമ്പിൽ മാത്രം 50 പേരുണ്ടോ? ഉണ്ട്, എല്ലാവരും. അങ്ങനെ എല്ലാ ക്യാമ്പിലും 70 പേരാണ് ഇന്ന് ഇവിടെ ഡെപ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് മാത്രം 70 ഹരിതകർമ്മ സേനയിലെ ആളുകളാണ് ഇവിടെ പണിയെടുക്കുന്നത്. നിങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ അവരെ എല്ലാ വേസ്റ്റുകളും ക്ലീൻ ചെയ്യും, എല്ലാ രോഗികളെ സന്ദർശിക്കും, അവരെ ആശ്വാസങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കും, അവരായിട്ട് ആശയവിനിമയം നടത്തും. പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? പുതിയ കൂട്ടുകാർ. ചേച്ചിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയോ? ഇന്നാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. പിന്നെ മറ്റുള്ള ക്യാമ്പുകളിലായിരുന്നു ഇത്രയും ദിവസം. അവരൊക്കെ പറയുന്ന കഥകളൊക്കെ കേട്ടു. അവരുടെ ദുഃഖം അവര് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരിക്കും. പക്ഷെ അവരുടെ പങ്കുവെക്കും നഷ്ടപ്പെട്ട അവസ്ഥയല്ലേ, അപ്പൊ അതുകൊണ്ട് അവരിതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബുധനാഴ്ച തൊട്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 5 പേര് വെച്ചിട്ടുണ്ട്. ഇന്ന് മാത്രം 15 പേരെ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വിട്ടു. നിങ്ങൾ എന്തായാലും ഇവരുടെ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം വരും. പിന്നെ പറയാണ്ടോ, പക്ഷെ ഒരു തരത്തിലുള്ള വൃത്തികേടും ഇവിടെ ഇല്ല, ഒരു മാലിന്യവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ഇത്രയും ക്ലീൻ ആയിട്ടിരിക്കും. സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കുറ്റവും ഇല്ല. ഉത്തരവാദിത്തം അതാണല്ലോ, നമ്മൾ ചെയ്തേ. എത്ര സമയം ക്ലീൻ ചെയ്യും നിങ്ങൾ? എങ്ങനെ വൈകുന്നേരം വരെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും? 10 മണിയൊക്കെ ആവും എല്ലാവരും പോകുമ്പോൾ. ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ നിങ്ങൾ എങ്ങോട്ട് മാറ്റും? സെപ്പറേറ്റ് നമുക്ക് MCF ഉണ്ടല്ലോ, അപ്പൊ അതിലേക്ക് മുനിസിപ്പാലിറ്റി ഏറ്റവും വലിയ പ്ലാന്റ് ആണ് അല്ലേ? NCF-ലേക്കാണ് എല്ലാം കൊണ്ടുപോകുന്നത്. ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ? നിങ്ങൾക്ക് ഇവിടുത്തെ ഭക്ഷണമല്ലേ നിങ്ങൾ കഴിക്കുന്നത്? ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമാണ്. നല്ല ഭക്ഷണമാണ്, നല്ല ഹരിതകർമ്മമായിട്ട് ഞാൻ ഇവിടെ ഉള്ളതാണ് സാറേ. 6 ദിവസം വന്നിക്കുന്നത്. ആദ്യ ദിവസം മുതൽ വന്നതാണ്. ഇന്നിപ്പോ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോകുമ്പോൾ ഒരു അമ്മ ഉണ്ട് കരയുന്നത്. അമ്മ മാത്രം 3 ആമക്കളും പോയി മോളേന്ന് പറഞ്ഞിട്ടപ്പോ ഒരു കരയും ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിച്ച് ഞങ്ങൾ വലിയ ആശ്വാസമായിരിക്കും അല്ലേ? ഞങ്ങളൊക്കെ കൂട്ടുകാരികളൊക്കെ കാണുമല്ലോ ഇതിനകത്ത്. ഞങ്ങൾ കോട്ടത്തറ പഞ്ചായത്തിലാണ്. ഞങ്ങൾക്ക് മാറി ഓരോ ദിവസങ്ങളിൽ ഇന്ന് 8 പേരാണ് അവിടെ നിന്ന് വന്നിരുന്നത്. മിനിഞ്ഞാന്ന് ഞങ്ങൾ 15 പേര് വന്നു. അവിടെ 26 പേരാണല്ലോ. അങ്ങനെ മാറി വരും. ഞങ്ങൾ ഓരോ ഫുഡ് കഴിക്കുന്ന ഒരു നിമിഷം, ഞാൻ കണ്ണൂരിൽ നിന്ന് നമ്മളെ കണ്ണൂർ പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. കണ്ണൂർ ജലീൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജലീൽ, ഗുഡ് മോർണിംഗ്. നമസ്കാരം. പറഞ്ഞാട്ടെ ജലീൽ. ഞാൻ 2 കാര്യം പറയാനാണ് വിളിച്ചത്. ജലീൽ പറഞ്ഞോ. സർ പറയട്ടെ. പറയൂ ജലീൽ. ഞാൻ സാറ് ശ്രദ്ധയിൽ 2 കാര്യം പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ പരിപാടി നടത്തുമ്പോ നമ്മൾ അവിടെ പിന്നെ തുടങ്ങിയത് മുതലേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയുള്ള ഇപ്പോ സാറ് പരിസരത്ത് നിൽക്കുന്നവരുടെ മുഖത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സാറിപ്പോ അവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചതുപോലെ നമുക്ക് എന്താ അതിന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് അത് ഒപ്പിയെടുക്കാൻ പറ്റുന്നുണ്ട്.
അരുൺ സാർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടുത്തെ ഭക്ഷണം എത്ര ദിവസം കിട്ടും, നമ്മുടെ പാർപ്പിടം എത്ര ദിവസം കിട്ടും എന്നുള്ള വല്ലാത്തൊരു മാനസികമായ വിഷമത്തിലാണ് ആ സാർ നിൽക്കുന്ന ക്യാമ്പിലുള്ളവരുടെ മുഖത്ത് അത് എടുത്തടിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ 2 മിനിറ്റ് മുന്നേ സാറ ക്യാമറയുടെ മുന്നിൽ നിന്ന് അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയിട്ടൊരു സഹോദരൻ എന്തോ സീക്രട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ വിഷമങ്ങള്. അപ്പൊ സാറ് ഇവർക്ക് പെട്ടെന്നായിട്ട് നമുക്കിപ്പോ വീടും സ്ഥലവും ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കും, എന്തായാലും സർക്കാർ ചെയ്തു കൊടുക്കും, ഉറപ്പാണ്. പക്ഷെങ്കിൽ താൽക്കാലികമായ ഒരു ശമനം സർക്കാരിനോട് ഇവരുടെ പേരിൽ എല്ലാവരുടെയും പേരിൽ ഒരു അക്കൗണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവരെ ഒരു മനസ്സിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചുരുങ്ങിയത് ഒരു 10,000 രൂപ ഇവർക്ക് സ്വന്തമായിട്ട് ഇന്ന് തന്നെ സർക്കാരിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് അവർ ആ ക്യാമ്പിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ട്, ഒരു ധൈര്യം, ഒരു നിലനിൽപ്പ്, അവിടുത്തെ ഭക്ഷണം 1 മാസം കഴിക്കുന്നതിനും പ്രശ്നമല്ല, അവിടെ പിന്നെ വീട് 1 വർഷം കഴിഞ്ഞാൽ പ്രശ്നമില്ല. തൽക്കാലം മിനിമം അതൊരു ലക്ഷമായാലും കുഴപ്പമില്ല, ഒരു 10,000 രൂപ അത് നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇവരിപ്പോ അവിടെ നിൽക്കുന്ന 1 രൂപ ഇല്ലാത്തവരാ മറ്റുള്ളവരുടെ മുന്നിൽ പോയി കാണിച്ച് ഭക്ഷണമായി കഴിക്കുവാണ്. ഒരു 10,000 രൂപ ഇല്ലെന്ന് മാത്രമല്ല ജലീൽ, ഇവരുടെ കയ്യിൽ രേഖകളില്ല, പേഴ്സ് എടുക്കാതെ വന്നവരാ. പലരുടെ കയ്യിലും പേഴ്സ് ഇല്ല, പാസ്ബുക്ക് ഇല്ല, ATM കാർഡില്ല, ഒന്നുമില്ല. ഇവിടെ നിൽക്കുന്നവരുടെ കയ്യില് പലപ്പോഴും ജലീൽ പറഞ്ഞതുപോലെ അവരുടെ ഉടുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ജലീൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവരുടെ കയ്യിൽ ഒന്നുമില്ല, അവരിട്ട അതേ വസ്ത്രമായിട്ട് വന്നേക്കുന്നത്. പിന്നെ ഈ ക്യാമ്പിൽ നിന്ന് കൊടുത്ത വസ്ത്രങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം അതൊരു ആശ്വാസമാണല്ലോ. ഇവർ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല. ഈ ക്യാമ്പിൽ നിന്ന് അല്ലേ, അങ്ങനെയല്ലേ പലരും, പൈസയില്ല, ബാങ്കിൽ നിന്ന് പാസ്ബുക്ക് ഒന്നും എടുക്കാൻ അവർ നേരെ ഇങ്ങോട്ട് പോരുന്നതാണ്. അപ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുക എന്നുള്ളത് ആവശ്യമാണ്. അത് സർക്കാരിൻ്റെ സംവിധാനമാണ് അത് ചെയ്യേണ്ടത്. അതിനൊരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിലൂടെ മാത്രമാണ് നടക്കുക. അപ്പോൾ എന്തെങ്കിലും സർക്കാർ ഇവർക്ക് ധനസഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ധനസഹായം വളരെ എളുപ്പം ഒരു ടോക്കൺ എമൗണ്ട് അഫക്റ്റഡ് ആയ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രേക്ഷകൻ വിളിച്ചു പറഞ്ഞത്. അത് സർക്കാരിൻ്റെ പരിഗണനയിലേക്ക് വിടുന്നത് സർക്കാരാണ് പരിഗണിക്കേണ്ടത്. അങ്ങനൊരു അഭിപ്രായം ഒരു പ്രേക്ഷകൻ പറഞ്ഞത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഹരിതകർമ്മ സേനയിലെ ആളുകളാണ്. വളരെ ഊർജ്ജസ്വലമായിട്ടാണ് അവരവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും. നിങ്ങൾ ഇതേപോലെ ക്യാമ്പിലുണ്ടാവും. നിങ്ങൾ ആരോ ആവശ്യം ഉന്നയിച്ചു എന്ന് പറഞ്ഞു, ആരാണ് ഇവിടെ എന്തോ ഒരു ആവശ്യം ഉന്നയിച്ചല്ലോ, ആരാണ് ആവശ്യം ഉന്നയിച്ചു? ഇങ്ങോട്ട് വന്നാട്ടെ, എന്താണ് ആവശ്യം? മുമ്പോട്ട് വന്നാട്ടെ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ആവശ്യം ഉന്നയിച്ചതായിട്ട് VS പറഞ്ഞു. അതൊന്ന് താത്തി വെച്ച് ആളെ കാണട്ടെ. എന്താ പേര്? ജരിത. ഓക്കെ, ജരിത പറഞ്ഞാട്ടെ, എന്താണ് ആവശ്യം? ഞാനൊരു കുട ചോദിച്ചായിരുന്നു. ഒരു കുട ചോദിച്ചിരിക്കുന്നു. നമ്മുടെ ഒരു കുട ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഒരു കുട. തൽക്കാലം ഞങ്ങൾ ഉപയോഗിച്ചൊരു കുട മതിയോ? അപ്പോൾ നമ്മളൊരു ഉപയോഗിച്ചൊരു കുട വളരെ പെട്ടെന്ന് എത്തിക്കാമോ? നമുക്ക് പുതിയ കുട നമുക്ക് വാങ്ങിച്ചു വരാം. ഞങ്ങളുടെ കുട വേണമെന്നാണോ പറയുന്നത്? റിപ്പോർട്ടറിന്റെ കുട വേണം, റിപ്പോർട്ടറിന്റെ കുട വേണമെന്നാണ് പറയുന്നത്. അർജുൻ കല്യാട് ആ കുട കൊടുത്താൽ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അർജുൻ കല്യാടിന്റെ ഉത്തരവാദിത്തത്തിൽ നമ്മൾ കൊടുക്കും. വന്നട്ടെ. നമ്മുടെ കുടയെ ആർക്കെങ്കിലും ഒരു തണലാവുകയും ഈ മഴയത്ത് ഒരു ആശ്വാസമാവുകയും ചെയ്യുന്ന പിന്നെ നമുക്ക് സന്തോഷമല്ലേ സാറേ? തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ അതൊരു പ്രശ്നമല്ല. സാധാരണ നമ്മളുടെ ഈ ലോഗോ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ചെറിയ ടെൻഷനാണ്. കാരണം ഈ കുട ഒരു കള്ളൻ എടുത്തുകൊണ്ട് പോയിട്ടേ കട കുത്തി തുറന്നിട്ട് ഈ കുട എവിടെ വെച്ചാൽ നാളെ ആൾക്കാർ പറയും റിപ്പോർട്ടറിൽ ഒരുത്തം വന്ന് കട കുത്തി തുറന്നെന്ന് പറയും. പക്ഷേ എങ്കിലും ഞങ്ങൾ ആ കുട തരും. കാര്യം നിങ്ങൾ ചെയ്ത സേവനത്തിന് കുടയല്ല, നമ്മുടെ ഹൃദയം തന്നാലും മതിയാവത്തില്ല. അപ്പോൾ കുട എത്തിയോ? കുട നമുക്ക് വളരെ പെട്ടെന്ന് സുരി കുട എത്തിക്കണം. അതാണ് ചോദിക്കണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ചോദിക്കാൻ നിൽക്കല്ലേ. ആകെ ഞങ്ങളുടെ ഒരു 4 കുടയോ 5 കുടയോ ഉള്ളൂ. ഞങ്ങളുടെ ആൾക്കാരുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഒരാവശ്യം നമ്മൾ പരിഗണിച്ചുകൊണ്ട് റിപ്പോർട്ടറിൻ്റെ സിമ്പലുള്ള കുട വേണമെന്ന് പറഞ്ഞു. കുട എടുക്കാൻ സ്ഥിതി പോയിട്ടുണ്ടോ? കുട നമുക്ക് എടുത്ത് നമുക്ക് കുട സമ്മാനമായിട്ട് നൽകാം. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാർ എല്ലാവരും വന്നാട്ടെ. നമ്മുടെ കുട കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്താണ് പ്രശ്നം? TV പ്രസാദ് വന്നാൽ എപ്പോഴും പ്രശ്നമാണ്. അല്ല, പ്രശ്നമുള്ളിടത്ത് TV പ്രസാദ് കാണും. കുട കൊടുത്ത അവസാനം അടിയാ പോയിരുന്നു സാറേ. അതിന് സമാനം പറയേണ്ടി വരുമോ? അതിന് ജരിത പഞ്ചായത്തിന് വേണ്ടി ഉപയോഗിക്കും. അതെ, കുട വരുന്നു. ഇവിടെ സാധാരണ തൃശ്ശൂർ പൂരത്തിന് വരുന്ന പോലെ കുടയുമായിട്ട് ഇവിടെ. അപ്പം ഈ കുട കൈമാറ്റമാണ് നടക്കുന്നത്. അപ്പോൾ അത് വളരെ അപ്രതീക്ഷിതമായി നമ്മളോട് ആവശ്യപ്പെട്ടതാണ്. ഇത് മടക്കി VS വന്നാട്ടെ. അല്ല മീൻ എല്ലാവരും ഉണ്ടല്ലോ, അവിടെ റിപ്പോർട്ടർമാരെല്ലാവരും ഉണ്ട്. അപ്പോൾ അതൊരു നിങ്ങളുടെ പരിചയക്കാരാണോ? അല്ലല്ല, എന്നോട് ഇവിടുന്ന് ഞങ്ങൾ കുട കൂടി പോകുമ്പോൾ ഒരു കുട തന്നെ ഞങ്ങൾക്ക് വലിയ കാര്യമായിരുന്നു. അപ്പോൾ കുട കൊടുത്തേ നമ്മുടെ റിപ്പോർട്ടർമാരെവിടെ? എല്ലാവരും വന്നാട്ടെ.
എല്ലാവരും അല്ല പിന്നെ അതുകൊണ്ട് അടിയാവും ചിലപ്പോൾ കേട്ടോ. ഒറ്റ ഒരാൾക്കേ കൊടയുള്ളൂ. കൊട സമർപ്പിച്ചിരിക്കുന്നു. സുരക്ഷിതമായി ഇത് ഉപയോഗിക്കുക. ഇതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. കാര്യം വേണ്ടാത്തടത്ത് കൊട വെച്ചിട്ട് പോകരുത് ഇത് ചൂട് തന്നെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതായത് എവിടെയെങ്കിലും മറ്റുള്ള നാട്ടിൽ പുറത്തുള്ളൂ നമ്മളത് നോട്ട് അതെ ഒറ്റ കൊട മാത്രമേ പുറത്തുള്ളൂ. നമ്മൾ വയർലെസ് സെറ്റ് എടുത്തൊരു സിനിമയിൽ വയർലെസ് സെറ്റ് എടുക്കുന്ന ഒരാളെ കാണിക്കുന്നില്ലേ അതല്ലേ. പക്ഷെ ചേച്ചി നിങ്ങൾക്ക് വിശ്വാസം, ഹരിതകർമ്മസേനയെ വിശ്വസിച്ചില്ല പിന്നെ ആര് വിശ്വസിക്കും. അപ്പൊ ശരി ചേച്ചി, താങ്ക് യു. അപ്പം ഓക്കെ, അന്വേഷണം കൂടി പറഞ്ഞു വിട്ടായിരുന്നു. എന്റെ അടുത്തോ അന്വേഷണം പറയണമെന്ന് കൂടി പറഞ്ഞു വിട്ടായിരുന്നു. അത് വേറെ അന്വേഷണമായി കൊടയുമായി. അപ്പൊ സന്തോഷമല്ലോ എല്ലാവർക്കും. അപ്പൊ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ കൊട ആവശ്യമുള്ള ആർക്കും ഉപയോഗിക്കാം കേട്ടോ. ആർക്കും ഉള്ള അല്ലേ, പഞ്ചായത്തിന് വേണ്ടി ഞങ്ങളുടെ ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചേക്കുന്നത് ഇവരുടെ ഞാൻ ഹരിതകർമ്മസേന അംഗമാണ്. അപ്പോൾ ഒരു കൊടയും കൂടി ശരി. അപ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടി 2 കൊട നിങ്ങളുടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാം. ഹരിതകർമ്മസേന അംഗമാണ്. 2 കൊട നമ്മുടെ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. നോട്ട് ചെയ്യണം റോഷിപാൽ. ഹരിതകർമ്മസേന അംഗം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ സന്നദ്ധ സേവനം ചെയ്യുന്ന ഒരുപാട് ആളുകൾക്കും അതുപോലത്തെ പോലീസ്, ഫയർ റെസ്ക്യൂ, പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമി, എല്ലാവർക്കും ഹരിതകർമ്മസേനയുടെ പേരിൽ ബിഗ് സല്യൂട്ട്. ഓക്കെ, 100%. ഓക്കെ, താങ്ക് യു. അപ്പൊ ശരി, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകട്ടെ. ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പൊ 2 കൊട കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കണം. ശരി, ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാം. അവിടെ ക്യാമറയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഒരുക്കെ കൊടുക്കും. ഇപ്പൊ നേരിട്ട് കണ്ടു സാറിനെ. അതെ, ഞങ്ങളൊക്കെ ടി വി കാണുമ്പോൾ സാറിന് കാണണം ആഗ്രഹം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ സാറിന് നേരിട്ട് കാണണം ആഗ്രഹിച്ചു. ഞാൻ എപ്പോഴും ഇവരോടൊക്കെ പറയും. അപ്പൊ ഒരു ഫോട്ടോ നമുക്ക് എല്ലാം കൂടി. നമ്മൾ ശരിക്കും ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ്, പക്ഷേ എങ്കിലും ഹരിതകർമ്മ സേനയിലെ നമ്മുടെ സുഹൃത്തുക്കളുടെ ആവശ്യാർത്ഥം നമുക്കൊരു ഫോട്ടോ എടുത്ത് പിരിയാം. ഓക്കെ, താങ്ക് യു.